നമുക്ക് സാധാരണയായി കൺട്രോൾ പാനൽ ഇലക്ട്രീഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും കുറച്ച് കമ്പോണൻസും അതിൻ്റെ കണക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൺട്രോൾ പാനലുകളിലും ഓട്ടോമേഷൻ സിസ്റ്റത്തിലുകളിലും വലിയ വലിയ കമ്പനികളിലൊക്കെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് PNB അല്ലെങ്കിൽ NBN സെൻസേഴ്സ്, അതായത് പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് സ്വിച്ചിൻ്റെ ഫംഗ്ഷനാണ് ഈ സെൻസറുകൾ ചെയ്യുന്നത്. ഇത് 12 വോൾട്ട്, 12 വോൾട്ട്, 24 വോൾട്ട് അങ്ങനെ പല വോൾട്ടേജുകളിലുള്ള സെൻസറുകൾ നമുക്ക് ലഭ്യമാണ്. സാധാരണ 24 വോൾട്ടേജ് DC-യിലാണ് വർക്ക് ചെയ്യുന്നതാണ് സാധാരണയായി കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓട്ടോമേഷൻ സർക്യൂട്ടുകളിലും കൺട്രോൾ സർക്യൂട്ടുകളിലും നമുക്ക് ഒരു ലിമിറ്റ് സ്വിച്ചിൻ്റെ പകരമായിട്ടോ ഒരു സ്വിച്ചിൻ്റെ പകരമായിട്ടോ നമുക്ക് ഈ പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിക്കാം. ഇതിൽ നമ്മളൊരു പോസിറ്റീവും നെഗറ്റീവും സപ്ലൈ ഈ സെൻസറിന് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഒബ്ജക്റ്റ് വരുമ്പോൾ ഇത് സെൻസായി നമുക്കിതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. അതാണ് ഈ സെൻസർ കൊണ്ടുള്ള മെയിനായിട്ട് ഉദ്ദേശം. ഈ പ്രോക്സിമിറ്റി സെൻസർ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒന്നുകിൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഉപയോഗിച്ച് ഒരു കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് കൊടുത്ത് കോണ്ടാക്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന സപ്ലൈ ഉപയോഗിച്ച് PLCയുടെ ഇൻപുട്ട് കമാൻഡ് കൊടുത്ത് അതിൽ നിന്നുമായി ബന്ധപ്പെട്ട ഔട്ട്പുട്ട് കമാൻഡ് വഴി എന്തെങ്കിലും കോണ്ടാക്ടറോ മോട്ടറോ ഓൺ ചെയ്യുന്നതിനുള്ള സിഗ്നൽ കൊടുക്കാം. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ PNB, NBN സെൻസേഴ്സ് ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള സെൻസറുകളാണ് ഉള്ളത്, PNB സെൻസർ അല്ലെങ്കിൽ NBN സെൻസർ. ഇനി ഇവ തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ PNB സെൻസറിലും NBN സെൻസറിലും നമ്മൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് 24 വോൾട്ട് DC നമ്മൾ കൊടുക്കുന്നു. പോസിറ്റീവും നെഗറ്റീവും 24 വോൾട്ട് DC കൊടുക്കുന്നു. അതിനുശേഷം ഇതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നതിനെ ആശ്രയിച്ചാണ് ഇത് PNB ആണോ NBN ആണോ എന്ന് നിശ്ചയിക്കുന്നത്. നമ്മൾ 24 വോൾട്ടേജ് സപ്ലൈ ചെയ്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഈ സെൻസറിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വരുന്നു. നമ്മുടെ സെൻസറിനെ തൊടേണ്ട ആവശ്യമില്ല. ഇതിൽ സെറ്റ് ചെയ്യാനൊരു ചെറിയൊരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്. അത് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മളതിൻ്റെ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പല ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. കൺവെയറുകളിൽ മെഷർ ചെയ്യാൻ പല ആവശ്യങ്ങളുണ്ട്. നമ്മൾ എന്ത് തന്നെ ആവശ്യമായാലും ഇതിൽ നിന്ന് ഒരു ഡിറ്റക്റ്റ് മെഷർ ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിക്കുന്നു. പോസിറ്റീവ് ആണെങ്കിൽ PNB പ്രോക്സിമിറ്റി സെൻസറുകളും ഇത് പോസിറ്റീവ് നെഗറ്റീവും കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഔട്ട്പുട്ട് കിട്ടുന്ന നെഗറ്റീവ് ആണെങ്കിൽ NBN പ്രോക്സിമിറ്റി സെൻസറുകളും ഉപയോഗിക്കുന്നു. പോസിറ്റീവ്, അത് ഓർത്തിരിക്കാനായിട്ട് PNB എന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് അവസാനം പോസിറ്റീവ് വരുന്നുണ്ട്, അത് ഔട്ട്പുട്ട് പോസിറ്റീവ് ആണെന്നും. മറ്റേത് NBN നെഗറ്റീവ് അത്തരം പ്രോക്സിമിറ്റി സെൻസറുകളുടെ ഔട്ട്പുട്ട് നെഗറ്റീവുമാണ്. ഇനി അതെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു PNB പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ച് ഒരു കോണ്ടാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ കോണ്ടാക്ടറിൻ്റെ കോയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 24 വോൾട്ടേജ് DC-യിൽ വർക്ക് ചെയ്യുന്ന ഒരു കോണ്ടാക്ടറാണിത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും വോൾട്ടേജ്, ഇതൊരു 3 വയറുള്ള ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. അതിൽ 2 വയറിൽ പോസിറ്റീവ് നെഗറ്റീവും ഈ സെൻസർ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ആ സെൻസറിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് വയർ ഇതൊരു PNB പ്രോക്സിമിറ്റി സെൻസർ ആയതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ പോസിറ്റീവ് പൊളാരിറ്റി കൊണ്ട് കോണ്ടാക്ടറിൻ്റെ A1 ടെർമിനൽ കൊണ്ട് കൊടുക്കുന്നു. അതിനുശേഷം A2 ടെർമിനൽ നമ്മൾ നെഗറ്റീവ് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഈ സെൻസറിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിൽ നിന്നും ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഔട്ട്പുട്ട് ഡിസ്ചാർജ് ചെയ്യുകയും ഇത് കോണ്ടാക്ടറിൻ്റെ കോയിൽ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നെഗറ്റീവ് സപ്ലൈ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ടറിൻ്റെ കോയിലേക്ക് കൊടുക്കുന്നു. പോസിറ്റീവ് ഈ സെൻസറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കൊടുക്കുന്നു. ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന കോണ്ടാക്ടറിൻ്റെ കോയിൽ വോൾട്ടേജ് 24 വോൾട്ടേജ് DC ഉള്ള കോണ്ടാക്ടറോ റിലേകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു 3 വയറുള്ള PNB പ്രോക്സിമിറ്റി സെൻസർ ഒരു PLC ഇൻപുട്ടിലേക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് ചിത്രത്തിൽ കാണുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്ത് നമ്മൾ പ്രോക്സിമിറ്റി സെൻസറിലേക്ക് കൊടുക്കുന്നു. അതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടായ പോസിറ്റീവ് കൊണ്ട് നമ്മുടെ PLC കാർഡിൻ്റെ ഇൻപുട്ട് സിഗ്നലിൽ കൊണ്ട് കൊടുക്കുന്നു. ഒരു PNB പ്രോക്സിമിറ്റി സെൻസറും ഒരു NBN പ്രോക്സിമിറ്റി സെൻസറും ഒരു കോണ്ടാക്ടറിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്നാണ് ചിത്രത്തിൽ. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ്റെ വ്യത്യാസം നമുക്ക് ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്.
ആദ്യത്തേതൊരു PNB പ്രോക്സിമിറ്റി സെൻസറിൽ നിന്നും കോൺടാക്റ്റിലേക്ക് കൊടുക്കുന്നു. രണ്ടാമത്തേത് NBN പ്രോക്സിമിറ്റി സെൻസറിൽ നിന്നും കോൺടാക്റ്റിലേക്ക് കൊടുക്കുന്നു. ആദ്യത്തേതിൽ കിട്ടുന്നത് പോസിറ്റീവ് ആണ് ഔട്ട്പുട്ട്, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഡയറക്റ്റ് കോയിലിലേക്ക് കൊടുക്കുന്നു. രണ്ടാമത്തേത് NBN ടൈപ്പാണ്, അപ്പോൾ അതിൻ്റെ നെഗറ്റീവാണ് സെൻസറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ സെൻസറിൽ നിന്നുള്ള വയർ നെഗറ്റീവ് കൊടുത്തിട്ട് ആ സാഹചര്യത്തിൽ പോസിറ്റീവ് വയർ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് കോൺടാക്റ്റിൻ്റെ കോയിൽ കൊടുക്കുന്നു. 24 വോൾട്ടേജ് DC-യിലുള്ള കോൺടാക്ടറും കോയിലാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഒരു PLC വഴി ഒരു NBN PNB ട്രാൻസിസ്റ്ററുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നാണ് ചിത്രത്തിൽ കാണുന്നത്. അടുത്തതായി സാധാരണ ഇൻഡസ്ട്രികളിലും ഓട്ടോമേഷനിലും ഒക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ലൈറ്റ് ബാരിയറുകൾ എന്ന് പറയുന്നത്. ലൈറ്റ് ബാരിയറുകൾ എന്ന് പറയുന്നത് 2 ബാരിയറുകളാണ്. അത് ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് സിഗ്നൽ ഇവിടുന്ന് പുറപ്പെടുവിക്കുന്നു, മറ്റേ സൈഡിൽ അത് റിസീവ് ചെയ്യുന്നു. ഇതിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്, ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും. ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് ലൈറ്റുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് പല ലെയറിൽ പല ലൈനുകളിലുള്ള ലൈറ്റുകളാണ് പാരലലായിട്ട് റിസീവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ലൈറ്റ് സിഗ്നൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ നമ്മളുടെ ബോഡിയോ കൈയോ ഉപയോഗിച്ച് കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട് കട്ട് ഓഫ് ആവുകയും അതുമൂലം നമുക്ക് ഒരു മെഷീൻ്റെ പ്രവർത്തനം നിർത്താനോ അതുമൂലം നമ്മൾ എന്തെങ്കിലും ഇഞ്ചുറി ആകാതെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിത് സാധാരണയായി ലൈറ്റ് ബാരിയർ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും റൊട്ടേറ്റിംഗ് എക്യുപ്മെൻസുകൾ, എന്തെങ്കിലും ഷാർപ്പ് എഡ്ജസായി മെഷീനറികൾ ഉപയോഗിക്കുന്നിടത്ത്, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിലെ നമ്മൾ അറിയാതെ അശ്രദ്ധമായിട്ട് ആൾക്കാർ പാസ് ചെയ്യുമ്പോൾ ആ മെഷീനറി അല്ലെങ്കിൽ ആ എക്യുപ്മെൻസിനെ ഓഫ് ചെയ്ത് നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ ലൈറ്റ് ബാരിയർ എന്നുള്ള സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നത്. ബസ് കപ്ലർ എന്ന് പറയുന്നത് 2 സോഴ്സുകളിൽ നിന്നും വരുന്ന സപ്ലൈ 2 ഫീഡറുകളിലേക്കും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനാണ് ബസ് കപ്ലർ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി ACB തന്നെയാണ്, എയർ സർക്യൂട്ട് ബ്രേക്കറാണ് ബസ് കപ്ലറായിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 2 ഫീഡർ ഉണ്ടാവും, 2 സോഴ്സും ഉണ്ടാവും. ഉദാഹരണത്തിന് 2 സെപ്പറേറ്റ് ട്രാൻസ്ഫോർമറുകളിൽ നിന്നും 2 ഫീഡറിലേക്ക് 2 സെപ്പറേറ്റ് സപ്ലൈ വരുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള സപ്ലൈ കട്ട് ഓഫ് ആകുന്നു. അത്തരം സാഹചര്യത്തിൽ ആദ്യത്തെ ട്രാൻസ്ഫോർമറിൽ വന്നുകൊണ്ടിരിക്കുന്ന സപ്ലൈ രണ്ടാമത്തെ ഫീഡറിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ബസ് കപ്ലർ ഓൺ ചെയ്യുന്നു. അപ്പം ആദ്യത്തെ ട്രാൻസ്ഫോർമർ കയറി ഇറങ്ങുന്ന സപ്ലൈ ആദ്യത്തെ ഫീഡർ വഴി കയറി ബസ് കപ്ലർ വഴി കയറി രണ്ടാമത്തെ ഫീഡറിലേക്ക് വന്നു. ആ സമയം രണ്ടാമത്തെ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈ ഓഫാക്കി ഇടേണ്ടതാണ്. അതും ഒരു ACB വഴിയായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ACB ഓഫ് ചെയ്തിട്ട ശേഷം മാത്രമേ ഈ ബസ് കപ്ലർ ഓണാക്കാൻ പാടുള്ളൂ. അത് ഇൻ്റർലോക്ക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള സപ്ലൈ എന്തെങ്കിലും കാരണം വെച്ചാൽ കംപ്ലൈൻ്റ് ആയി, അത് രണ്ടാമത്തെ ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള സപ്ലൈ ഒന്നാമത്തെ ഫീഡറിലേക്ക് കൊടുക്കാനും ഇതേ ബസ് കപ്ലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബസ് കപ്ലർ ഓൺ ചെയ്യുന്നതിന് മുന്നേ ആദ്യം വരുന്ന സോഴ്സിൽ നിന്നുള്ള സപ്ലൈ ഓഫ് ചെയ്തിട്ട് മാത്രമേ ബസ് കപ്ലർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇത് തമ്മിൽ ഇൻ്റർലോക്ക്ഡ് ആയിട്ടുള്ള കണക്ഷനായിരിക്കും കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ഫോർമർ മാത്രം വാങ്ങണമെന്നില്ല, ജനറേറ്ററിൽ നിന്ന് വരുന്ന സപ്ലൈ ആണെങ്കിലും ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത് 2 ഫീഡറിലേക്കുള്ള സപ്ലൈ തടസ്സം കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ബസ് കപ്ലർ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.